നമസ്തേ. യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും, അതായത് സിറിയ, ഇറാഖ്, പിന്നെ അഫ്ഗാൻ, ഇവിടെ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് യൂറോപ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർ, സുഡാപ്പികൾ, അവർ ഇപ്പം മുദ്രാവാക്യം വിളിക്കണം യൂറോപ്യൻസിനെ നോക്കിക്കൊണ്ട്, ഷെയ്മ് ഓൺ യു, ഷെയ്മ് ഓൺ യു എന്ന്. എന്ത് പറയാനാണ് നോക്കണേ? ഒരു ഗതി പരഗതിയില്ലാണ്ട് വലിഞ്ഞു കയറി വന്നിട്ട് ഇപ്പം ഇവിടുത്തുകാരുടെ ചിലവിലാണ് നിങ്ങൾ കളിയണേ. പണിയെടുത്തിട്ടൊന്നുമല്ല ജീവിക്കണത് അഭയാർത്ഥികൾ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ടാക്സ് അടക്കണം, ജോലി ചെയ്യണം, ടാക്സ് അടക്കണം. ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കും. കാരണം അഭയാർത്ഥികൾ കൂടുന്നതനുസരിച്ച് നിങ്ങളൊക്കെ തീറ്റി പോരണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ മര്യാദക്ക് നിൽക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ചോറ് കൊടുക്കണ കൈക്ക് തന്നെ കടിക്കുന്ന സ്വഭാവം. ഇപ്പോൾ ജർമ്മൻകാർ ഇപ്പോൾ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങി സുഡാപ്പികളുടെ സ്വഭാവം. നല്ല അടി കൊടുക്കുന്നുണ്ട് സുഡാപ്പികളായിട്ട്, അടിച്ച് ജയിലിലേക്ക് തള്ളണുണ്ട്. പലസ്തീന് വേണ്ടി ജർമ്മനിയിൽ കിടന്ന് മുറവിളി കൂട്ടണ സുഡാപ്പികളൊക്കെ ഇനി നല്ല അടി കിട്ടും. എന്തിനാണ് ഇങ്ങനെ തല്ലുകൊള്ളണത്? എന്തിനാണ്? അതിൻ്റെ കാരണം മതമാണ്. മതഭ്രാന്തരാണ് ഇവർ. മതത്തിന് വേണ്ടി ഇവർ ചാകും. അതാണ് ഇവരങ്ങനെയാണ്. ഇവർ കുട്ടിക്കാലം മുതലേ ഇവരങ്ങനെയാണ് ഇവരെ വളർത്തിയിട്ടുള്ളത്. ഈ മദ്രസ വിദ്യാഭ്യാസം, അതിൽ മതമാണ് 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 വലുത്. നമ്മുടെ ഷാജി പറഞ്ഞിട്ടില്ലേ, നമുക്ക് മതമാണ് 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 വലുത്. ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ശ്രീ ശിവമഹാപുരാണം പറയുന്നത് പോലും അസ്ഥി ഉണ്ട് എന്ന ഒരു അവസ്ഥ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈശ്വരൻ എവിടെയാണ്? ഈശ്വരൻ തെക്കാണ്, വടക്കാണ്, കിഴക്കാണ്, പടിഞ്ഞാറാണ്, എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അദൃശ്യനുമാണ്. സനാതനധർമ്മം പറയുന്നത് മൂർത്തി ഇല്ലാതിരുന്ന പരബ്രഹ്മം തനിക്ക് മൂർത്തി ഉണ്ടാവാൻ അതിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി. അപ്പം തന്നെ മൂർത്തി ഉണ്ടായി. ആ മൂർത്തിക്കുള്ളിൽ അത് തിരോഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ മൂർത്തി ഈശ്വരമൂർത്തിയെ കാണണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം, എന്നാലേ നടക്കുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അള്ള 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 എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമാണ് ഉണ്ടാക്കണത് നിങ്ങൾ. എന്തൊരു പ്രശ്നമാണ്. എവിടെ പോയാലും നിങ്ങൾ പ്രശ്നക്കാരൻ. മനുഷ്യന്മാർക്ക് മതിയായി. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കണ്ടില്ലേ, അവിടെ പോയിട്ട് യഹൂദരെ കുറേ എണ്ണത്തിനെ വെടിവെച്ച് വന്നു. ഈ ഒരു തെറ്റും ചെയ്യാത്ത ഒരു 8 വയസ്സുള്ള കുട്ടി വരെ മരിച്ചു. ഇത്തരമുള്ള കുഞ്ഞു കുട്ടികളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നവർ, അവരെക്കാളും വലിയ വിഡ്ഢികൾ ഈ ലോകത്തിൽ ആരാ ഉള്ളത്? ആ കുഞ്ഞു കുട്ടീനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിഷ്കളങ്കയായ കുട്ടിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ അവന് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നവൻ ഭ്രാന്തനല്ലേ? അവന് മാനസിക രോഗമല്ലേ? അപ്പോൾ മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കാണാൻ ഒരു പിക്ചർ, നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ നടു റോട്ടിൽ ഓട്ടോറിക്ഷ പോയി അതിന് മുമ്പിൽ നടു റോട്ടിൽ നിന്ന് നിസ്കരിക്കണം. പള്ളിയുണ്ട്, മുട്ടിന് പള്ളിയുണ്ട്, അവിടെ നിസ്കരിക്കാം, വീട്ടിൽ നിസ്കരിക്കാം. ഇതൊന്നും പോരാ എൻ്റെ നടു റോട്ടിൽ പ്രകടനം. എന്ത് പറയാനാണ് നിങ്ങളെ കൊണ്ട്? ശല്യം സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലോക ജനതയ്ക്ക്.